केरला के जिले कोझिकोड में मुसलसल मूसलाधार बारिश के बाइस कई इलाकों में पानी जमा हो गया, जिससे ट्रैफिक की रवानगी शदीद मुतासर हुई। नशेबी इलाकों में मुतअद्दिद दुकानों में बारिश का पानी दाखिल होने से कारोबारी सरगर्मियां भी मुतासर हुई। मुकामी इंतजामिया सूरत हाल पर मुसलसल नजर रखे हुए हैं और शहरियों से गैर जरूरी सफर से गुरेज करने और एहतियात बरतने की अपील की गई। ചെറിയ വാഹനം നമ്മൾ പോകണില്ല, ബസ് പോകണ്ട് എന്നല്ലാണ്ട് കാറൊന്നും പോയില്ല. കാറൊക്കെ ഓഫായി എത്രയോ കാറ് കിടക്കുന്നുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറി തന്നെ തന്നെ കൊറേയൊക്കെ പൊക്കി വെച്ച് വരും. കുറെ സാധനങ്ങളൊക്കെ നഷ്ടം വന്നിട്ടുണ്ട്. തുണിയൊക്കെ നനഞ്ഞു. കർണാടകയിലെ ഭാഗത്തൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വെള്ളം കയറി വരുന്നുണ്ട്. ഒന്നാമത് ഇവിടുത്തെ ഡ്രൈനേജുകളൊക്കെ വീതി കുറവും ആയതുകൊണ്ട് ഈ കോർപ്പറേഷൻ തീരെ ക്ലീൻ ആക്കുന്നില്ല. ഡ്രൈനേജുകൾ വന്നിട്ട് ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലമാണ് ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ ഉണ്ടാവാൻ, എല്ലാ വർഷവും ഉണ്ടാവാൻ കാരണവും. കടകളിലെ സാധനം, ഈ കടകളിലെ എല്ലാ കടകളിലും വെള്ളം കയറി കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക്. എന്താണ് വെള്ളം കയറിയിട്ടുണ്ടോ അവിടെ? വെള്ളം ഇവിടെ ഫുള്ളായിട്ട് വെള്ളം തന്നെയല്ലേ. എന്താ ഷോപ്പ് നടത്തുന്ന ആളാണോ? അതെ. എന്താ എന്ത് കടയാണ്? പലചരക്കട. വെള്ളം കയറിയിട്ട് സാധനങ്ങളൊക്കെ വെള്ളം കംപ്ലീറ്റ് രാത്രി മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കല്ലേ. സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മുതല്. സാധനം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റാല്ലാണ്ട് വലിയ കൂടുതൽ വെച്ചുള്ള സാധനങ്ങളൊന്നും ചെയ്യാൻ കഴിയൂല. കുറച്ച് കുറയുന്നുണ്ട് തോന്നുന്നില്ലേ വെള്ളം? പക്ഷെ വെള്ളം കുറയുന്നില്ല. ഇവിടെ ഈ പ്രാവശ്യം ഡ്രെയിനേജ് ഒന്നും ഇവരൊന്നും ചെയ്തില്ല. ഇലക്ഷന്റെ വർക്കും അതൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം പിന്നെ മഴ ഉണ്ടാവില്ല എന്നുള്ള ഒരു കണക്കൂട്ടലായി പോയി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഡ്രെയിനേജ് ഒന്നും ചെയ്തിട്ടുമില്ല. ഉള്ള ഡ്രെയിനേജ് ഒന്നും അവിടെ മൂന്നിലൊന്നാക്കി കെട്ടി ഇതാക്കി വെച്ച് കൃത്രിമ വെള്ളപ്പൊക്കം മാതിരിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ. സാധാരണ എല്ലാ കൊല്ലം അങ്ങനെ എത്ര കൂടുതൽ ഉണ്ടാവുന്നുണ്ടോ? സാധാരണ മഴ കുറവാണ്. കഴിഞ്ഞ കൊല്ലം